ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് പരിമള ആൻഡ് കോ എന്ന് പറയുന്ന തമിഴ് മൂവിയാണ്. നായകന്റെ മകളെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യുന്നൊരു റൗഡി അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നായകനും കുടുംബവും പ്ലാൻ ഇടുന്നു. പക്ഷേ പിറ്റേന്ന് അവനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. എന്നാൽ ഈ 4 പേരിൽ ആരാണ് അവനെ കൊന്നതെന്ന് ആർക്കും അറിയില്ല. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു. യഥാർത്ഥ കൊലയാളി ആരായിരിക്കും? അപ്പൊ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ പരിമളയുടെ കുടുംബത്തെയാണ്. അയാളുടെ ഭാര്യയുടെ പേര് സ്വതന്ത്രമെന്നും മൂത്ത മകളുടെ പേര് പരാശക്തി എന്നും ഇളയ മകളുടെ പേര് മധുമിത എന്നുമാണ്. ശക്തിയും മധുവും എപ്പോഴും അടിയായിരുന്നു. ഉയർന്നൊരാളുടെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. ഈ 2 പെൺകുട്ടികളും കോളേജിൽ പഠിക്കുകയാണ്. മൂത്തവളായ ശക്തിയുടെ പിറകെ ചിറ്റരസൻ എന്ന് പറയുന്ന പയ്യനാകട്ടെ കുറച്ച് നാളായി നടക്കുന്നുണ്ട്. അവൻ അവളെ ഇഷ്ടമായിരുന്നു. എന്നാൽ ആദ്യമൊന്നും തന്നെ ശക്തി അവനെ മൈൻഡ് ചെയ്തേയില്ല. ശക്തിക്ക് പല കാര്യങ്ങളിലും മറവിയുണ്ടായിരുന്നു. ഫോൺ ചാർജിനിട്ടിട്ട് അതിന്റെ സ്വിച്ച് ഓൺ ആക്കില്ല, അതുപോലെ മോട്ടോർ ഓൺ ആക്കിയിട്ടിട്ട് അത് ഓഫ് ആക്കില്ല, വെള്ളം കളഞ്ഞുകൊണ്ടേയിരിക്കും. ഹൗസ് ഓണർ ഉയർ വന്ന് എപ്പോഴും ഇതിന് വഴക്കിടാറുണ്ട്. കുറെ നാള് ചിത്തരസൻ പിറകെ നടന്നതോടുകൂടി ശക്തിക്കും പതിയെ പതിയെ അവനെ ഇഷ്ടമാകാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായി. അവനെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുടുംബത്തിലെയാണെന്നും എന്തോ നല്ല ജോലിയൊക്കെയാണ് ചെയ്യുന്നതെന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇളയവൾ മധുമിതയുടെ പുറകെ ഒരു റൗഡിയായ വർഗീസ് ആണ് നടക്കുന്നത്. പലതവണ മധുമിത അവനെ വഴക്ക് പറയുകയും ഓടിക്കുകയൊക്കെ ചെയ്തെങ്കിലും വർഗീസ് വീണ്ടും വീണ്ടും അവളെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രാവിലെ പരിമളയുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് വർഗീസ് പ്രശ്നം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ഇളയ മകളെ എനിക്ക് കെട്ടിച്ചു തരണമെന്നും എനിക്ക് അവളെ ഇഷ്ടമാണെന്നും പറയുന്നു. പരിമള അതിനെ എതിർത്തു. അതുപോലെ തന്നെ മൂത്ത മകൾ ശക്തി വന്ന് വർഗീസുമായിട്ട് വഴക്കിടുകയും ചെയ്യുന്നു. ഇനി നീ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയുമെന്നാണ് പറയുന്നത്. നീ എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് വർഗീസ് ശക്തിയോടും തിരിച്ചു പറയുന്നു. ശക്തി കുറച്ച് ദേഷ്യക്കാരിയായിരുന്നു. എന്നാൽ പരിമള അവളോട് പറയുന്നുണ്ട്, നീ ആ വർഗീസിനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന്. അവൻ ഇവിടുത്തെ വലിയൊരു റൗഡിയാണ്. ചെറുപ്പത്തില് അവന്റെ അച്ഛനെ ഒരു റൗഡി കൊന്നു. എന്നാൽ വർഷങ്ങളോളം ആ പക മനസ്സിലിട്ടിട്ട് അവൻ വലുതായി കഴിഞ്ഞപ്പോൾ ആ റൗഡിയെ അവൻ തിരിച്ചു കുത്തിക്കൊന്നു. ഇതിനെല്ലാം അവനെ സപ്പോർട്ട് ചെയ്തത് അവന്റെ അമ്മയാണ്. അതുകൊണ്ട് വർഗീസുമായിട്ട് പ്രശ്നത്തിന് പോകണ്ടെന്ന് ശക്തിയോട് അയാൾ പറയുന്നു. എന്നാൽ വർഗീസ് വെറുതെ ഇരുന്നില്ല. വഴിയിൽ വെച്ചെല്ലാം തന്നെ സ്വതന്ത്രത്തിനെയും പരിമളത്തിനെയും വർഗീസ് ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരണമെന്ന് പറഞ്ഞ് ഒരു ദിവസം മധുവിന്റെ സമ്മതമില്ലാതെ വഴിയിൽ വെച്ചിട്ട് വർഗീസ് അവളുടെ കൂടെ ഒരു സെൽഫി എടുക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്യാൻ വന്ന ശക്തിക്ക് നേരെ വർഗീസ് ഒരു മുട്ട എടുത്തിട്ട് എറിയാൻ തുടങ്ങി. ആസിഡ് ആയിരിക്കുമെന്ന് ശക്തി ആദ്യം കരുതി. എന്നാൽ അതൊരു ചീഞ്ഞ മുട്ടയായിരുന്നു. വർഗീസിനെ കൊണ്ടുള്ള ശല്യം കാരണം ഈ കുടുംബത്തിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അന്ന് ദീപാവലി ദിവസമാണ്. രാത്രിയിൽ എല്ലാരും പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷിക്കുകയാണ്. ആ സമയം വർഗീസ് അവിടേക്ക് വരുന്നു. നാളെ രാവിലെ ഞാൻ വീണ്ടും വരുമെന്നും മധുവുമായിട്ടുള്ള എന്റെ വിവാഹത്തിന് നിങ്ങൾ സമ്മതിക്കണമെന്ന് പരിമളയോട് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അതോടെ പരിമളയുടെയും കുടുംബത്തിന്റെ സമാധാനം പോയി. നാളെ രാവിലെ അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കും. മധു ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോൾ അവളുടെ സമ്മതമില്ലാതെ വർഗീസ് അവളുടെ കൂടെ എടുത്ത ഫോട്ടോ അവൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. മധു തന്റെ ഫാമിലി അത് കാണിക്കുന്നു. ഇവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യ. ഒരു ദിവസം വഴിയിൽ വെച്ച് ഇവൻ അവളെ ബലമായിട്ട് പിടിച്ച് കവളിൽ ഉമ്മ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പരിമളത്തിന് മനസ്സിലായി. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമില്ല. പോലീസുകാർക്കൊക്കെ ഈ റൗഡീസിനെ പേടിയാണ്. അവൻ ഇങ്ങ് കൊന്നു കളയുന്നതായിരിക്കും നല്ലതെന്ന് പരിമള പറയുന്നു. ശക്തിക്ക് അത് സമ്മതമായിരുന്നു. എന്നാൽ മധു പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. പിന്നീട് നമ്മൾ തന്നെ പ്രശ്നത്തിലാകും. തൽക്കാലം ആ പ്ലാൻ അവരവിടെ ഉപേക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ അവർ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പരിമള സ്വതന്ത്രത്തിനോട് ചോദിക്കുന്നുണ്ട്, ആ പോകുന്നത് നിന്റെ സഹോദരനും എന്റെ സഹോദരനും അല്ലേ എന്ന്. 2 പേര് അതുവഴി പോകുന്നുണ്ടായിരുന്നു. ഇവർ 2 പേരുടെ സഹോദരന്മാരുടെ പേര് രാഘവൻ എന്നും കാമാച്ചി എന്നുമായിരുന്നു. എന്നാൽ നമുക്ക് തോന്നിയതായിരിക്കാമെന്ന് സ്വതന്ത്രം പറയുന്നു. അവരിവിടെ വരാൻ ഒരു ചാൻസും ഇല്ല. സ്വതന്ത്രവും പരിമളയും വീട്ടിലേക്ക് പോയി. മധുവും ശക്തിയും കോളേജിലേക്ക് പോവുകയായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവർ അവിടെ ഒരു ഡെഡ് ബോഡി കാണുന്നു. പോലീസുകാരും കൂടി നിൽപ്പുണ്ടായിരുന്നു. കാര്യാന്വേഷിപ്പിലാണ് അവർക്ക് മനസ്സിലായത് തലേന്ന് രാത്രി വർഗീസിനെ ആരോ കൊന്നിരിക്കുന്നു. അവന്റെ തലയ്ക്ക് പിൻഭാഗത്തോടിയേറ്റിട്ടുണ്ട്. അതുപോലെ എന്തോ വയറുകൊണ്ട് അവനെ കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുകയാണ്. വലത് കൈയും ആരോ വെട്ടിയെടുത്തിരിക്കുന്നു. ഇത് കണ്ടതോടുകൂടി മധുവും ശക്തിയും പേടിക്കാൻ തുടങ്ങി. തലേന്ന് രാത്രി അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ ഇവനെ കൊല്ലണമെന്ന്. പറഞ്ഞ പോലെ അച്ഛൻ ഇവനെ കൊന്നുവെന്നായിരുന്നു ഇവർക്ക് ആദ്യം ഡൗട്ട് തോന്നിയത്. ഇവർ അച്ഛനോടും അമ്മയോടും ഈ കാര്യം പോയി പറയുന്നു. അവൻ മരിച്ചു എന്നറിഞ്ഞതും അവർക്ക് സന്തോഷമായി. എന്നാൽ അവർ പരസ്പരം സംശയിക്കാൻ ആരംഭിച്ചു. നിങ്ങൾ ആരെങ്കിലും ആണോ കൊന്നതെന്ന് പരിമള ഇവരോട് ചോദിക്കുന്നു. സ്വതന്ത്രം പറയുന്നത് പരിമളയായിരിക്കും കൊന്നതെന്ന്. മധു പറയുന്നത് ശക്തിയായിരിക്കും കൊന്നതെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് സംശയിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. വർഗീസ് നിരന്തരമായിട്ട് തന്റെ മക്കളെയും തന്നെ ശല്യം ചെയ്യുന്നത് കാരണം സ്വതന്ത്രൻ തന്റെ സഹോദരൻ രാഘവനോട് വർഗീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഘവനെ വെച്ച് സ്വതന്ത്ര ഇവനെ കൊന്നതാണോ എന്നാണ് പരിമളയുടെ ഡൗട്ട്. എന്നാൽ ശക്തിയും ഇതുപോലെ തന്റെ അമ്മയുടെ അച്ഛന്റെയും സഹോദരന്മാരെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഘവനും കാമാജിയും ശക്തി വഴിയും വർഗീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞു. കൂടാതെ തന്റെ കാമുകൻ ചിത്തരസനോടും തനിക്ക് വേണ്ടി നീ ഒരു കൊല ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മധുവിനറിയാവുന്നതുകൊണ്ട് മധു ശക്തിയാണ് സംശയിക്കുന്നത്. അന്ന് വർഗീസുമായിട്ട് വഴക്കുണ്ടാക്കിയ സമയത്തും ശക്തി വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പരിമളയും അവളെ സംശയിക്കുന്നു. എന്നാൽ ഞാൻ ഇതൊക്കെ വെറുതെ വെല്ലുവിളിച്ചതാണെന്നാണ് ശക്തി പറയുന്നത്. അവസാനം എല്ലാവരുടെയും സംശയം മധുവിലേക്ക് നീണ്ടു. കാരണം മധുവിന്റെ ജാതകം നോക്കിയിട്ട് ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ വിവാഹത്തിന് മുമ്പ് ഒരു കൊലപാതകം വരെ നടക്കാൻ ചാൻസ് ഉണ്ടെന്ന്. മിക്കവാറും ഇവള് തന്നെ
കൊന്നതായിരിക്കും എന്നാണ് സ്വതന്ത്രം പറയുന്നത്. എന്താണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങി. പക്ഷെ അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങളല്ല കൊന്നതെന്നാണ്. ഇൻസ്പെക്ടറും ബാക്കി പോലീസുകാരും തല പുകഞ്ഞ് ആലോചിക്കുകയായിരുന്നു. വർഗീസിന്റെ കൊലപാതകത്തിന് പിന്നില് ഗ്യാങ് വാർ ആണോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ ആണോ എന്ന്. ആ സമയം സ്റ്റേഷനിലേക്ക് ചിത്തരസം വരുന്നുണ്ട്. ഫ്രീ പാർക്കിംഗിൽ വെച്ചിരുന്ന തന്റെ ബൈക്ക് കാണാതെ പോയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാനാണ് അവൻ വന്നത്. ഇവിടെ പരിമളത്തിന്റെ ഹൗസ് ഓണർ ഉയർന്നു അറിയുന്നുണ്ട് വർഗീസ് കൊല്ലപ്പെട്ടു എന്ന്. പരിമളത്തിനെയും കുടുംബത്തിനെയും വർഗീസ് ശല്യം ചെയ്യുന്നത് ഉയർന്നു അറിയാമായിരുന്നു. മകന്റെ കൊലപാതകയെ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ട് വർഗീസിന്റെ അമ്മ ആകെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മധുവിന് വർഗീസ് മരിച്ചതറിഞ്ഞിട്ട് കുറച്ച് വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് പരിമളയും കുടുംബവും അവളെ സംശയിക്കുന്നു. നിനക്കെന്തിനാ എത്ര വിഷമമെന്ന് ചോദിക്കുന്നു. ഞാൻ അവനോട് കുറച്ച് തവണ സംസാരിച്ചിട്ടുണ്ടെന്നാണ് അവള് പറയുന്നത്. എപ്പോ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നു. അതോടെ ഇവരെല്ലാവരും ഞെട്ടി. പരിമള നന്നായിട്ട് അവളെ ചോദ്യം ചെയ്തപ്പോഴാണ് അവള് പറയുന്നത് ഒരു തവണ അവള് വർഗീസിന്റെ നമ്പർ കണ്ടുപിടിച്ച് അവനെ കോള് ചെയ്തിട്ട് കുറെ വഴക്ക് പറഞ്ഞു എന്ന്. തന്നെ ഇങ്ങനെ പിറകെ നടന്ന് ശല്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെയും പലതവണ അവന് ശല്യം ചെയ്തപ്പോൾ വീണ്ടും വീണ്ടും അവള് കോള് ചെയ്തു. അങ്ങനെ ഇവർ തമ്മില് ഇടയ്ക്ക് കുറെ തവണ സംസാരിച്ചിട്ടുണ്ട്. അവൻ എത്രയൊക്കെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിലും മധുവിന് അവനോട് അത്രയധികം ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പലതവണ വർഗീസ് തന്റെ അമ്മയോട് പറയുമായിരുന്നു ആ പോകുന്നത് നിങ്ങളുടെ മരുമകളാണെന്ന്. അവന്റെ അമ്മയും മധുവിനെ മരുമകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അവൻ ശല്യം ചെയ്തപ്പോൾ ഇവൾ അവന്റെ മൂക്കിലിടിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ അമ്മ ഇതിന് പ്രശ്നം ഉണ്ടാക്കാൻ വരുമെന്നാണ് അവൾ കരുതിയത്. എന്നാൽ അവര് ചിരിച്ചുകൊണ്ടാണ് അവളോട് വന്ന് സംസാരിച്ചത്. ഞാനും എന്റെ ഹസ്ബൻഡിന്റെ മുഖത്ത് അടിച്ചുകൊണ്ടാണ് അയാളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നതെന്ന് അവര് പറയുന്നു. സ്വന്തം മകനെ അടിച്ചിട്ട് പോലും ആ അമ്മ മധുവിനെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്. അതും പോരാഞ്ഞിട്ട് വർഗീസിന്റെ മൂക്ക് ചുവന്നു തൊടുത്തിരിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ചിരിയും വരുന്നു. ആ സമയം വർഗീസും വീട്ടുകാരും കരുതിയത് മധു അവനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. എത്രയൊക്കെയാണെങ്കിലും വർഗീസ് തന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവനെ കൊല്ലാനുള്ള ദേഷ്യമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. ഇതിപ്പോ പോലീസുകാര് അന്വേഷിക്കുകയാണെങ്കിൽ മധുവുമായിട്ടുള്ള വർഗീസിന്റെ കണക്ഷൻ അവർ കണ്ടുപിടിക്കുമെന്ന് പരിമളയ്ക്ക് മനസ്സിലായി. ആ സമയം ഇൻസ്പെക്ടർ വർഗീസിന്റെ പല സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുന്നു. വർഗീസിന്റെ ഏറ്റവും വലിയ ശത്രു ജോമി എന്ന് പറയുന്ന ഒരാളാണെന്ന് ഇവർ പറയുന്നുണ്ട്. വർഗീസിന്റെ അച്ഛനെ കൊന്നൊരു ഗുണ്ടയെ വർഗീസ് പണ്ട് കൊന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഗുണ്ടയുടെ സഹോദരനാണ് ഈ ജോമി. അവൻ കൂടുതൽ സമയം കടലിലായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് കരയിലേക്ക് വരൂ. ഇവിടെ പരിമള തന്റെ കുടുംബത്തോട് പറയുന്നുണ്ട് നമ്മളിൽ ആരാ കൊല ചെയ്തതെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷിക്കും. അതുകൊണ്ട് ദൃശ്യം സിനിമയിലെ പോലെ നമ്മൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അതിനിടയ്ക്ക് നാട്ടിൽ നിന്നും ഇവരുടെ രണ്ടുപേരുടെയും സഹോദരന്മാരുടെ ഭാര്യമാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഹസ്ബൻഡ്സ് അവിടേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇതുവരെയും തിരിച്ചു വന്നില്ല എന്ന്. അത് കേട്ടതോടുകൂടി പരിമളയ്ക്ക് മനസ്സിലായി കാമാച്ചിയും രാഘവനും ഈ കൊല നടക്കുന്ന സമയത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നും അന്നിവർ വഴിയിൽ വെച്ച് കണ്ടത് അവരെ തന്നെയാണെന്നും തന്റെ കുടുംബം തന്നെ തന്നോട് പലതും മറയ്ക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ആ സമയം പോലീസുകാര് വർഗീസിന്റെ ഫോണിലേക്ക് അവസാനം വന്ന കോള് പരിശോധിക്കുന്നു. അത് മധുമിതയുടേതായിരുന്നു. മധുവിനെ പോലീസുകാർ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വർഗീസിന്റെ ഫോണിലേക്ക് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ മധു പെട്ടെന്ന് പേടിച്ചിട്ട് കള്ളം പറയുന്നു ആ നമ്പർ മാറി അറിയാതെ വിളിച്ചതാണെന്ന്. പക്ഷെ വർഗീസിന്റെ ഫോണിൽ ഇവരുടെ കോള് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. ദീപാവലിയായിട്ട് അവനെന്തോ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ വീടിന്റെ അടുത്തേക്ക് അവൾ അവനെ കോൾ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി പോലീസുകാരൻ ചോദിക്കാൻ തുടങ്ങിയതും പേടിച്ചിട്ട് അവൾ കോള് കട്ട് ചെയ്തു. ഈ വർഗീസിന് ഡ്രഗ്സ് കടത്തുണ്ടായിരുന്നുവെന്നും കോളേജിലെയും സ്കൂളിലെയും കുട്ടികൾക്ക് അത് കൊടുത്ത് അവരെയൊക്കെ ഡ്രഗ്സിന് അടിമയാക്കാറുണ്ടായിരുന്നുവെന്നും ഈ ഇൻസ്പെക്ടർ കണ്ടെത്തി. അത് കാരണം അയാള് ഈ ഡ്രഗ്സിന്റെ പുറകെ പോവുകയായിരുന്നു. വർഗീസിന്റെ കൊലപാതകത്തിൽ അയാൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. തന്റെ മകന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാത്തത് കാരണം വർഗീസിന്റെ അമ്മ ആകെ ദേഷ്യത്തിലായിരുന്നു. വർഗീസിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ആ ജോമിയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്തഫ എന്ന് പറയുന്ന ഒരാളുമാണ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലുമാണോ വർഗീസിന്റെ കൊലപാതകയെന്ന് ഇവർക്ക് സംശയം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് സ്വതന്ത്രം രാഘവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പരിമള വിളിച്ചിട്ട് നിന്നോട് നീ എപ്പോഴെങ്കിലും ചെന്നൈക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞാൽ മതിയെന്ന്. നിന്റെ വയലിൽ നിന്ന് ഒന്നും വീടില്ല എന്നും രാഘവൻ സ്വതന്ത്രത്തിനോട് പറയുന്നു. ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. വർഗീസിന്റെ കൂട്ടാളികളെ ഇൻസ്പെക്ടർ വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് ആ ജോമിക്കും വർഗീസിനും തമ്മിൽ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാകാൻ കാരണം അവന്റെ അമ്മയും ജോമിയും തമ്മിലുള്ള ബന്ധമാണെന്ന്. വർഗീസിന്റെ അമ്മയും ജോമിയും തമ്മിൽ കുറച്ച് അടുപ്പം ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി വർഗീസ് ജോമിയെ അടിച്ചു. എന്നാൽ ഇതിനെ വർഗീസിന്റെ അമ്മ എതിർത്തു. ഇനി ജോമിയുമായിട്ടുള്ള തന്റെ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ സ്വന്തം അമ്മ തന്നെയാണോ വർഗീസിനെ കൊന്നതെന്നും ഇവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ആ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ ജോമി വർഗീസിനെ കൊന്നിട്ടുണ്ടാകാം. സംശയങ്ങൾ ഒരുപാട് പേരിലേക്ക് നീണ്ടു. അപ്പോഴേക്കും വർഗീസിന്റെ കോളിലേക്ക് അവസാനമായിട്ട് വിളിച്ച മധുവിന്റെ നമ്പറും ഡീറ്റെയിൽസും മറ്റു പോലീസുകാരെടുത്ത് നമ്മുടെ ഇൻസ്പെക്ടറിന്റെ കയ്യിൽ കൊടുത്തു. അതിനിടയ്ക്ക് ശക്തിയാകട്ടെ താൻ സ്നേഹിക്കുന്ന ചിറ്റരസിനെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് സ്വതന്ത്രത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ വീടിന്റെ അടുത്ത് ആ ഇൻസ്പെക്ടറിന്റെ വണ്ടി വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട്. അത് കണ്ടതും ശക്തിയും ബാക്കി എല്ലാവരും പേടിച്ചു. മധുവിന്റെ അഡ്രസ് കണ്ടുപിടിച്ചതുകൊണ്ട് അയാൾ ആ വീടും പരിസരവും ഒന്ന് നിരീക്ഷിക്കാൻ വന്നതായിരുന്നു. സീനവിടെ കെട്ടായി വീണ്ടും നമ്മളെ കാണിക്കുന്നത് പരിമളത്തിനെയാണ്. അവരുടെ വീട്ടിലേക്ക് അന്നൊരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അജ്ഞാതനാണ് ആ കത്തെഴുതിയിരിക്കുന്നത്. നിങ്ങൾ 4 പേരിൽ ഒരാളാണ് വർഗീസിന്റെ കൊലയാളി എന്ന് എനിക്കറിയാം. കൊല ചെയ്യുന്നതിന്റെ വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇൻസ്പെക്ടറെ അടുത്ത് എത്തിക്കണ്ടെങ്കിൽ
എനിക്ക് 20 ലക്ഷം രൂപ തരണമെന്നാണ് ആ കത്തിലുണ്ടായിരുന്നത്. അപ്പോഴേക്കും വീണ്ടും ഇവർ പരസ്പരം കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. നിങ്ങൾ ആരോ ആണോ കൊന്നതെന്ന് പറഞ്ഞിട്ട്. അതിനിടയ്ക്ക് വർഗീസിന്റെ ഡ്രഗ് മാഫിയയിൽപ്പെട്ട ആൾക്കാർ കൊടുത്ത ഡ്രഗ്സ് യൂസ് ചെയ്ത് ഒരു പയ്യൻ മരിച്ചു. വളർന്നു വരുന്ന തലമുറകളെ മുഴുവൻ നശിപ്പിക്കുന്ന ഈ ഡ്രഗ്സ് ഈ നാട്ടിൽ നിന്ന് എങ്ങനെങ്കിലും ഇല്ലാതാക്കണമെന്ന് ഇൻസ്പെക്ടറിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ അന്വേഷണമൊക്കെ ആയിട്ട് അയാൾ നടക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് ചിറ്റരസനെയും ശക്തിയെ ഒരുമിച്ച് കാണുന്നുണ്ട്. ചിറ്റരസൻ ബൈക്കിന്റെ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നത് കാരണം അവനെ പരിചയം ഉണ്ടായിരുന്നല്ലോ. ശക്തിയോടും അയാൾ സംസാരിക്കുന്നു. അവൾ ഏത് കോളേജിലാ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ നിന്ന് അധികം കറങ്ങാതെ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലിരുന്ന ഒരു പാനിപ്പൂരി തിന്നിട്ടാണ് അയാൾ പോകുന്നത്. അങ്ങനെ ഇരിക്കെ പിറ്റേന്നാകട്ടെ വർഗീസിന്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്തഫയും ആരോ കൊന്നിരിക്കുന്നു. അതോടുകൂടി 2 കൊലപാതകങ്ങളായി. പിറ്റേ ദിവസം ഇവരുടെ വീട്ടിലേക്ക് അടുത്ത കത്തും വന്നു. നിങ്ങൾ 4 പേരിൽ നിന്ന് ഒരാളെ താൻ ഒഴിവാക്കി തരാം, ബാക്കി 3 പേരിൽ ഒരാളായിരിക്കും കൊലപാതകി എന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത്. സ്വതന്ത്രത്തിന് ബിപിയും ഷുഗറൊക്കെ ഉള്ളത് കാരണം ഇവർ കൊല ചെയ്യാൻ സാധ്യതയില്ലെന്നും തൽക്കാലം അവരെ ഒഴിവാക്കുന്നു. 25 ലക്ഷം രൂപ തരികയാണെങ്കിൽ ബാക്കിയുള്ളവരെ ഞാൻ പോലീസിന് കാട്ടിക്കൊടുക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ഇവരുടെ കയ്യിൽ കൊടുക്കാൻ കാശൊന്നുമില്ലല്ലോ. അത് കാരണം ഇവര് കത്തും വായിച്ചിട്ട് ആകെ സങ്കടത്തിലിരിക്കുന്നതേ ഉള്ളൂ. ആ സമയം പോലീസുകാര് എല്ലാ CCTV വിഷ്വൽസും പരിശോധിക്കുന്നു. അന്ന് രാത്രി വർഗീസ് ഒരു ബൈക്കിലാണ് സഞ്ചരിച്ചിരുന്നത്. അവന്റെ കയ്യില് ദീപാവലിക്ക് പൊട്ടിക്കാനുള്ള കുറച്ച് പടക്കങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ കയ്യിലിരുന്ന ആ പടക്കങ്ങൾ അടങ്ങുന്ന ബോക്സ് ആകട്ടെ പിറ്റേന്ന് രാവിലെ രാഘവന്റെയും കാമാച്ചിയുടെയും കയ്യിലിരിക്കുന്നത് പോലീസുകാർ കണ്ടെത്തി. അവർ 2 പേരും പരിമളയുടെ വീടിന്റെ ഫ്രണ്ടിലാണ് നിന്നതും. എന്നിട്ട് ആ ബോക്സ് അവിടെ വെച്ചിട്ട് അവർ പോവുകയും ചെയ്തു. വർഗീസിന്റെ കയ്യിലിരുന്ന ബോക്സ് ഇവരുടെ കയ്യിൽ എങ്ങനെ വന്നുവെന്നും ഇവരെന്തിനിത് പരിമളയുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചു എന്നൊക്കെ പോലീസുകാരെ അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഇവിടെ പരിമളയാകട്ടെ തന്റെ നാട്ടിലുള്ള സഹോദരി സുഖമില്ലാതെ ഹോസ്പിറ്റലായത് കാരണം അവിടേക്ക് പോയിരിക്കുകയായിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ പരിമള വിളിച്ച് സ്വന്തത്തിനോട് പറയുന്നുണ്ട്, എന്റെ സഹോദരി മരിച്ചുപോയെന്നും നിങ്ങളൊരു വണ്ടി വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാനും. അതിന്റെ കൂടെ മറ്റൊരു കാര്യവും കൂടി സ്വതന്ത്രത്തിനോട് അയാൾ പറയുന്നുണ്ട്. ആ വർഗീസിനെ കൊന്നത് നിന്റെ സഹോദരനും എന്റെ സഹോദരനും കൂടെ ചേർന്നിട്ടാണെന്ന് എന്നോട് പറഞ്ഞുവെന്ന്. എന്നാൽ സ്വതന്ത്രത്തിന് ഇത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. സ്വതന്ത്രത്തിന് മാത്രമല്ല ശക്തിക്കും അറിയാം. നേരത്തെ തന്നെ രാഘവനും കാമാച്ചിയും ഈ കാര്യങ്ങൾ സ്വതന്ത്രത്തിനോടും ശക്തിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് മധു ഇവരെ 2 പേരും കുറ്റപ്പെടുത്തുന്നു. അവനെന്നെ ശല്യം ചെയ്തെങ്കിലും അവനെ കൊല്ലാനുള്ള ദേഷ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ലെന്നും നിങ്ങളൊക്കെ എന്തൊരു ദുഷ്ടന്മാരാണെന്നും അവൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അവള് തങ്ങളെ കുറ്റപ്പെടുത്തുന്നല്ലോ എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. പോലീസുകാർ കൂടുതൽ അന്വേഷിക്കുമ്പോൾ വർഗീസ് എന്ന ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ശക്തിയും മധുവും സഹോദരിമാരാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ വർഗീസിന്റെ ഒരു കൈ വെട്ടിമാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കൊലപാതകങ്ങൾ നടത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു റൌഡിയായ വേലുമണി എന്ന് പറയുന്ന ആളാണ്. അയാൾക്ക് ഇനി വർഗീസുമായിട്ട് ശത്രുതയുള്ളത് കൊണ്ട് അയാളെങ്ങാനും കൊന്നതാണോ എന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പോലീസുകാരെന്തായാലും പരിമളയുടെ വീട്ടിലേക്ക് വരുന്നു. പക്ഷെ അപ്പോഴേക്കും സ്വതന്ത്രവും മധുവും ശക്തിയും പരിമളയുടെ സഹോദരിയുടെ മരണത്തിന് പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവർ ഹൗസ് ഓണർ ഉയർനോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. പരിമളവും കുടുംബവും എവിടേക്കോ പോയി എന്ന് അയാൾ പറയുന്നു. ഫോൺ വിളിച്ചിട്ടാകട്ടെ സ്വതന്ത്രം എടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ശക്തി അവിടെ മോട്ടോർ ഓണാക്കിയിട്ടാ വന്നത്. അതിന്റെ പേരിൽ വഴക്ക് പറയാനായിരിക്കാം ഉയർ വിളിക്കുന്നതെന്നാണ് സ്വതന്ത്രവും ശക്തിയും മധുവും വിചാരിക്കുന്നത്. അത് കാരണം ഉയരാകട്ടെ പരിമളയെ വിളിച്ചിട്ട് കാര്യം പറയുന്നു. ഇതുപോലെ പോലീസുകാർ വന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പോലീസുകാർ സംസാരിക്കുന്നതിന് മുമ്പ് പരിമള ഫോൺ കട്ട് ചെയ്തു. നമ്മുടെ വീട്ടിൽ പോലീസ് വന്നുള്ള കാര്യം പരിമള സ്വതന്ത്രത്തെയും വിളിച്ചറിയിക്കുന്നുണ്ട്. എല്ലാവരും ശരിക്കും പേടിച്ചു. ആ സമയം ശക്തി ചിത്രസിനെ വിളിക്കുന്ന സമയത്ത് അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ അവൾ വഴക്കുണ്ടാക്കുന്നു. എന്നാൽ അവൻ ആ സമയം ഹോസ്പിറ്റലായിരുന്നു. തനിക്ക് സുഖമില്ലാതെ കിടക്കുകയാണെന്നുള്ള കാര്യമൊന്നും തന്നെ അവൻ അവളെ അറിയിച്ചതേയില്ല. റിലേഷൻഷിപ്പിൽ ആയി കഴിഞ്ഞപ്പോൾ അവൻ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷിച്ച് ഇടയ്ക്ക് അവനെ ബ്ലോക്ക് ചെയ്യുന്നു. സ്വതന്ത്രവും മക്കളും കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പരിമളത്തിന്റെ ഗ്രാമത്തിലുള്ള വീട്ടിലെത്തി. മരണാനന്തര ചടങ്ങിൽ അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്റെ മകനെ കൊന്നത് മധു ആണോന്ന് സംശയിച്ച് വർഗീസിന്റെ അമ്മയും കൂട്ടരും അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഇവരെ എല്ലാവരെയും കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ഉയർനായിരുന്നു. അത് കാരണം പരിമളവും കുടുംബവും തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിരുന്നു ഉയർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയാണ് ശരിക്കും അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. അന്ന് രാത്രി മധുവിനെ ശല്യപ്പെടുത്തുന്നത് കാരണം വർഗീസിനെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ 2 പേരും പോയത്. പക്ഷെ വർഗീസിനെ പിടിച്ച് തള്ളുന്നതിനിടയിൽ അവന്റെ തല പോയി കല്ലിലിടിക്കുകയും അവന്റെ ബോധം പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെയാണ് ഇവർ അറിയുന്നത് അവൻ മരിച്ചുപോയെന്ന്. ഇന്ന് രാത്രി അവനെ തള്ളിയിട്ടിട്ട് ഓടിപ്പോകുന്ന വഴിക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്ന പടക്കമടങ്ങുന്ന ബോക്സ് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ പരിമളത്തിനെയും കുടുംബത്തിനെയും കാണാൻ വരുമ്പോഴാണ് വർഗീസ് മരിച്ചു എന്ന് ഇവർ അറിയുന്നത്. പക്ഷെ പരിമളവും കുടുംബവും ആ സമയം അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവരുടെ വീടിന്റെ ഫ്രണ്ടില് ആ പടക്കമടങ്ങുന്ന ബോക്സ് വെച്ചിട്ട് സ്വതന്ത്രത്തിനെ വിളിച്ചവർ കോൾ ചെയ്ത് പറയുന്നുണ്ട്, മധുവിനെ ശല്യം ചെയ്ത ആ പയ്യനെ ഞങ്ങൾ കൊന്നുവെന്ന്. അങ്ങനെയാണ് സ്വതന്ത്രവും ശക്തിയും ഇവരാണ് വർഗീസിനെ കൊന്നതെന്നറിഞ്ഞത്. ഇവിടെ പോലീസുകാര് ഉയറിന്റെ സഹായത്തോടു കൂടി പരിമളത്തിന്റെ വീടിനകത്ത് കയറി അവിടെ എല്ലാം പരിശോധിക്കുന്നു. അവിടെ നിന്നും ഒരുപാട് ക്രൈം നോവൽസും ക്രൈം സ്റ്റോറീസും ഒക്കെ ഇവർ കണ്ടെത്തുന്നുണ്ട്. കൂടാതെ പരിമളത്തിന്റെ സിസ്റ്റം മുഴുവൻ പോലീസുകാരുടെ ഫോട്ടോസും ആയിരുന്നു. ഉയർ വീണ്ടും കോൾ ചെയ്ത് പരിമളത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളെ അന്വേഷിച്ച് പോലീസ് വന്നു, എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്തത്? നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ എൻക്വയറി ചെയ്യാനാണ് അവർ വന്നതെന്ന്. എന്നാൽ പരിമളം പറയുന്നുണ്ട്, സഹോദരി മരിച്ചതുകൊണ്ട് നാട്ടിലേക്ക് വന്നതാ, ഞാൻ നാളെ രാവിലെ തന്നെ അവിടെ എത്തുമെന്ന്. വർഗീസിന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ ഇൻസ്പെക്ടർ
അത്രയധികം കഷ്ടപ്പെടുന്നില്ല എന്ന് മറ്റു പോലീസുകാർക്ക് തോന്നാൻ തുടങ്ങി. ആ സമയം നമ്മളെ മറ്റൊരു സീനും കാണിക്കുന്നുണ്ട്. ഈ ഇൻസ്പെക്ടറും വർഗീസും തമ്മിലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വർഗീസിന് ഒരു പോലീസുകാരെയും ഭയം ഉണ്ടായിരുന്നില്ല. ഇൻസ്പെക്ടറിനെയും അവൻ പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റു പോലീസുകാരെല്ലാം തന്നെ തങ്ങൾക്ക് സംശയമുള്ള ആൾക്കാരെ പറ്റി പറയുന്നു. അതിൽ ആദ്യത്തേത് പരിമളയായിരുന്നു. അയാളുടെ മകളെ ശല്യം ചെയ്തതുകൊണ്ട് വർഗീസിനെ അയാൾ കൊല്ലാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പരിമളത്തിന്റെ മൂത്ത മകൾ ശക്തി, അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞ് വർഗീസ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് കൊല്ലാനും സാധ്യതയുണ്ട്. പിന്നീട് ഇവരുടെ വീടിന്റെ ഫ്രണ്ടില് വർഗീസിന്റെ കയ്യിലിരുന്ന പടക്കവുമായിട്ട് കണ്ടെത്തി രണ്ടുപേർ, രാഘവനും കാമാച്ചിയും. അവർ പരിമളത്തിന്റെ ബന്ധുക്കാരാണെന്ന് പോലീസുകാർ മനസ്സിലാക്കി. അവര് കൊല്ലാനും ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഗ്യാങ് വാർ ആയിരിക്കാം. ആ വേലുമണി വർഗീസിനെ കൊന്നിട്ട് സ്ഥിരം അയാൾ ആൾക്കാരുടെ കൈവെട്ടുന്ന പോലെ അവന്റെ കൈവെട്ടി എടുത്തിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ തന്റെ അമ്മയുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ജോമിയെ വർഗീസ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ജോമിയായിരിക്കാം വർഗീസിനെ കൊന്നത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ വർഗീസിന്റെ അമ്മ തന്നെ അവനെ കൊന്നിട്ടുണ്ടാകാം, ജോമിയുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകാൻ. അങ്ങനെ സംശയിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവിടെ പരിമളവും കുടുംബവും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടെ വീട്ടിൽ പോലീസ് കയറി പരിശോധിച്ചിട്ടുണ്ടെന്ന്. ശക്തി നേരെ പോയി ചിത്തരസനെ കാണുന്നുണ്ട്. അവൻ ഹോസ്പിറ്റലായിരുന്നു എന്ന് മനസ്സിലായതും അവനുമായിട്ടുള്ള പിണക്കമൊക്കെ അവൾ മറന്നു. അപ്പോഴേക്ക് ഇവരുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ കൂടി വരുന്നുണ്ട്. പക്ഷെ ആ ലെറ്റർ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ഉയറായിരുന്നു. അയാൾ ആ ലെറ്ററുമായിട്ട് വന്നിട്ട് ഇവരെ ചോദ്യം ചെയ്യുന്നു. ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് സ്വതന്ത്രവും പരിമളവും അല്ല ഈ കൊല ചെയ്തത് അവരുടെ മക്കളായ മധുവോ ശക്തിയോ ആയിരിക്കുമെന്നാണ്. എന്നാൽ ഇതൊക്കെ ആരോ തങ്ങളെ പറ്റിക്കാൻ വേണ്ടി എഴുതുന്ന കത്താണെന്നും അതൊന്നും കാര്യമാക്കണ്ടെന്നും തങ്ങളൊരു കൊലയും ചെയ്തിട്ടില്ലെന്നും ഉയറിനോട് പരിമളവും കുടുംബവും പറയുന്നു. എന്നാൽ പിറ്റേന്ന് കോളേജിലേക്ക് പോകുന്ന വഴിക്ക് മധുവിനെ വർഗീസിന്റെ അമ്മയും കൂട്ടുകാരും ചേർന്ന് തടഞ്ഞു നിർത്തുന്നു. നീയാണോ എന്റെ മകനെ കൊന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എന്റെ മകൻ നിന്റെ പിറകെ നടന്നതല്ലേ, അവന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ ആ സമയം വർഗീസിന്റെ കൂട്ടുകാർ പറയുന്നുണ്ട് വർഗീസ് സ്നേഹിച്ചത് ഈ പെൺകുട്ടിയെ ആയിരുന്നില്ല എന്ന്. അത് കേട്ടതും വർഗീസിന്റെ അമ്മയും മധുവും ഞെട്ടി. എന്നാൽ വർഗീസ് മധുവിനെ നോക്കിയാണ് എപ്പോഴും ഇത് നിങ്ങളുടെ മരുമകളാണെന്ന് അവന്റെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവന്റെ കൂട്ടുകാർ പറയുന്നുണ്ട് വർഗീസ് ഗോമതി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗോമതിയാകട്ടെ വേലുമണിയുടെ സഹോദരിയായിരുന്നു. ഗോമതിക്കും വർഗീസിന് ഇഷ്ടമായിരുന്നു. അവർ രണ്ടുപേരും പ്രണയത്തിലുമായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഗോമതി വർഗീസുമായിട്ട് ഉടക്കുണ്ടാക്കി. രണ്ടുപേരും ബ്രേക്കപ്പ് ആയി പോവുകയും ചെയ്തു. അപ്പം മധുവിനെ അവൻ സ്നേഹിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ വെറുതെ മധുവിനെ സൈഡ് ചിക്കാക്കി വെച്ചിരിക്കുകയായിരുന്നു, അല്ലാതെ അവളോട് അവൻ അത്രയ്ക്ക് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് കേട്ടതും മധുവിനും വർഗീസിനോട് ദേഷ്യം തോന്നാൻ തുടങ്ങി. അവൻ തന്റെ പിറകെ നടന്നതെല്ലാം വെറുതെ ആയിരുന്നുവെന്നും അവന് തന്നോട് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നുവെന്നും മധു തിരിച്ചറിഞ്ഞതോടുകൂടി അവൾക്ക് സങ്കടവും വരുന്നു. അവൾ അതുകൊണ്ട് എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ ഗോമതിയെ സ്നേഹിച്ചോ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിച്ചോ എന്ന് എനിക്കറിയണ്ട. അവൻ പക്ഷെ എന്റെ പിറകെ നടന്നത് വെറുതെയാണെന്ന് ആൾക്കാർ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ നാണക്കേട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് അവൾ അവരോട് പറയുന്നു. അത് കേട്ടപ്പോൾ അവർക്കും മനസ്സിലായി മധു വർഗീസിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. വർഗീസ് കേസിൽ ഇൻസ്പെക്ടർ നന്നായിട്ട് അന്വേഷിക്കാത്തത് കാരണം ആ SI തന്റേതായ രീതിയിൽ അന്വേഷിക്കുന്നു. തലയ്ക്ക് പിന്നിൽ അവൻ അടിയേറ്റിട്ടുണ്ട്. കഴുത്തിൽ കമ്പി കൊണ്ട് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത്. അതിനുശേഷം വലത് കൈ വെട്ടിയെടുത്തിരിക്കുന്നു. അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വർഗീസും ഗോമതിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലീസുകാർ കണ്ടുപിടിക്കുകയും അവളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അവനുമായിട്ട് ബ്രേക്കപ്പ് ആയെങ്കിലും അവനെ കൊല്ലാനുള്ള ദേഷ്യമൊന്നും ഇല്ലാന്ന് ഗോമതി പറയുന്നു. വേലുമണിയെ ചോദ്യം ചെയ്തപ്പോൾ അയാളും പറയുന്നുണ്ട് താനും വർഗീസിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അവരാ ജോമിയെയും പിടിച്ചു. എന്നാൽ ജോമിയും പറയുന്നുണ്ട് താൻ വർഗീസിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അവരാരുമല്ല ചെയ്തതെങ്കിൽ പിന്നെ ആര് ചെയ്തു എന്നായിരുന്നു ഇവരുടെ ഡൗട്ട്. എന്താണെങ്കിലും പോലീസുകാരെ എൻക്വയറിക്ക് വീട്ടിലേക്ക് വന്നതല്ലേ, അതുകൊണ്ട് സ്റ്റേഷനിൽ പോയി അവരെ കാണാൻ വേണ്ടിയിട്ട് പരിമള പിറ്റേ ദിവസം അവിടേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയം സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയും പോലീസുകാർ സംസാരിക്കുകയും ചെയ്യുന്നത് പരിമള കേൾക്കുന്നു. പരിമളയുടെ ബന്ധുക്കാരായ രാഘവനെയും കാമാച്ചിയെയും കേരളത്തിൽ നിന്ന് പോലീസുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. വർഗീസിന്റെ ഫോണിലേക്ക് അവസാനമായിട്ട് വന്ന കോള് മധുവിന്റേതാണല്ലോ. അതേ മധുവിന്റെ ഫോണിൽ നിന്ന് രാഘവന്റെയും കാമാച്ചിയുടെയും ഫോണിലേക്ക് കോള് പോയിട്ടുണ്ട്. അതേ രാഘവനും കാമാച്ചിയും ആ സമയം വർഗീസ് കൊല്ലപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ടവർ ലൊക്കേഷൻ വെച്ച് ഇവർക്ക് മനസ്സിലായി. ഇതൊക്കെ കേട്ടുകൊണ്ട് ആകെ പേടിച്ചാണ് പരിമള അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ ആ സമയം ഇൻസ്പെക്ടർ ആകട്ടെ പരിമളത്തിനെയും കുടുംബത്തിനെയും ഈ കേസിലെ പ്രതികളായിട്ട് അധികം കണക്കാക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ നേരെ പോകുന്നത് വർഗീസിന്റെ അമ്മയുടെ അടുത്തേക്കാണ്. നിങ്ങളാണ് നിങ്ങളുടെ മകനെ കൊന്നതെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട് വർഗീസിന്റെ അമ്മ ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ പിന്നീട് കാണിക്കുന്നത് വർഗീസിന്റെ അമ്മയും കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതാണ്. പക്ഷെ ആ മരണത്തിൽ കുറച്ച് സന്തോഷം തോന്നുന്നത് വർഗീസിന്റെ കൂട്ടുകാരനായിരുന്നു. കാരണം വർഗീസിനോട് ഡ്രഗ്സ് ബിസിനസ്സിൽ തങ്ങൾക്ക് ഒരു ഷെയർ തരണമെന്ന് ഈ കൂട്ടുകാരൻ പറഞ്ഞ സമയത്ത് അവനും അവന്റെ അമ്മയും ചേർന്നിട്ട് ഈ കൂട്ടുകാരനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുകയും വർഗീസിന്റെ അമ്മ അവനെ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇവരുടെ മരണം കണ്ടപ്പോൾ വർഗീസിന്റെ ഈ കൂട്ടുകാരന് കുറച്ച് സന്തോഷം തോന്നി. ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും പരിമള ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യം പോലീസുകാർ പറയുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചാൽ മതി, വീട്ടിലേക്ക് വരണ്ടാന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് കേട്ടതും ഇൻസ്പെക്ടർ പറയുന്നുണ്ട് എന്നാ പിന്നെ അയാളുടെ വീട്ടിലേക്ക് തന്നെ നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഇൻസ്പെക്ടർ വന്ന് പരിമളത്തിനെയും കുടുംബത്തിനെയും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. SIക്ക് ശരിക്കും ഇവരെയായിരുന്നു ഡൗട്ട്. വർഗീസ് തന്റെ മകളുടെ പിറകെ നടന്ന
നടന്ന് ശല്യം ചെയ്യാറുണ്ടായിരുന്നുവെന്നും പക്ഷെ അതിന്റെ പേരിൽ തങ്ങൾ അവനെ ഒന്നും ചെയ്തിട്ടില്ലെന്നുമാണ് പരിമള പറയുന്നത്. എന്നാൽ ആ സമയം എല്ലാവരോടും മധു പറയുന്നുണ്ട് അവൻ തന്നെ സ്നേഹിച്ചിട്ടില്ലാന്ന്. അവൻ ആ ഗോമതി എന്ന് പറയുന്ന പെണ്ണിനെയാ സ്നേഹിച്ചത്. എന്നെ വെറുതെ സൈഡാക്കി നിർത്തിയിരുന്നതാ. ആ സത്യം ഞാനിപ്പോഴാ മനസ്സിലാക്കിയത്. എന്നാൽ പോലീസുകാര് മധുവിനോട് പറയുന്നുണ്ട് വർഗീസ് മരിച്ചതിന്റെ അന്ന് രാത്രി നീ വർഗീസിനെ കോൾ ചെയ്തു, എന്തോ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് നീ അവനെ ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. നിന്റെ ഫോണിൽ നിന്ന് തന്നെ രാഘവന്റെയും കാമാച്ചിയുടെയും ഫോണിലേക്കും കോള് പോയിട്ടുണ്ട്. വർഗീസുള്ള സ്ഥലത്തേക്ക് അവരെ വിളിച്ചു വരുത്തി അവനെ അടിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടത് മധുവായിരുന്നു. അപ്പോഴാണ് പരിമളയ്ക്കും സ്വന്തത്തിനും ശക്തിക്കും മനസ്സിലായത് ശരിക്കും രാഘവനെയും കാമാച്ചി അവിടേക്ക് വിളിച്ചു വരുത്തിയത് മധു തന്നെയായിരുന്നു എന്ന്. അവരെ ഇൻസ്പെക്ടർ ചോദ്യം ചെയ്ത സമയത്ത് അവർ നടന്ന സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവനെ ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അവിടേക്ക് വന്നത്. പക്ഷെ അവനാകട്ടെ ഇവരെ അടിക്കാൻ തുടങ്ങി. അവർ ഇവനെ പിടിച്ച് തള്ളുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന കല്ലിലേക്ക് പോയി തലയിടിച്ച് അവൻ വീണു. പക്ഷെ രാഘവനും കാമാച്ചിയും അടിച്ചതുകൊണ്ടല്ല വർഗീസ് മരിച്ചത്. തലയിടിച്ച് വീണ് അവന് ചെറുതായിട്ട് തലയ്ക്ക് പരുക്ക് പറ്റിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ മറ്റാരോ വന്ന് അവന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കി അവനെ കൊല്ലുകയായിരുന്നു. അത് മറ്റാരുമല്ല, ചിത്തരസനാണ്, ശക്തി സ്നേഹിക്കുന്ന ആള്. അത് കേട്ടതും ശക്തി ഞെട്ടി. ഈ ചിത്തരസൻ ശരിക്കും വർഗീസിനെ പോലെ ഒരു ഡ്രഗ്സ് ഡീലറാണ്. ശക്തി വിചാരിച്ച പോലെ അവന് നല്ല ജോലിയൊന്നും ആയിരുന്നില്ല. അവൻ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. വർഗീസിന്റെ കയ്യിൽ ചിത്തരസൻ കുറച്ച് ഡ്രഗ്സ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വർഗീസ് അത് മറിച്ചു വിറ്റു. അതിന്റെ പേരിലാണ് വർഗീസും ചിത്തരസനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അന്ന് രാഘവനും കാമാച്ചിയും വർഗീസിനെ അടിക്കുന്ന സമയത്ത് ചിത്തരസനും അവിടെ ഉണ്ടായിരുന്നു. വർഗീസ് തലയിടിച്ച് വീഴുന്ന കണ്ടിട്ട് അവിടെ നിന്നും അവന്റെ ബൈക്കിലിരുന്ന പടക്കങ്ങളും എടുത്ത് രാഘവനും കാമാച്ചി ഓടിപ്പോയി. എന്നാൽ ആ സമയം ചിത്തരസൻ ബാക്കിലൂടെ പോയി വർഗീസിനെ കൊല്ലുകയായിരുന്നു. കൊല ചെയ്ത ശേഷം അവൻ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് തന്റെ ബൈക്ക് കാണാതെ പോയെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസുകാർ കൊലയാളികളെ പുറത്ത് തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊലയാളി ആ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. പോലീസുകാരുടെ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കാനായിരുന്നു അവൻ അങ്ങനെ ഒരു കള്ള കേസുമായിട്ട് അവിടെ വന്നത്. കൂടാതെ ചിത്തരസൻ ശക്തിയുടെ കയ്യിൽ എന്തെങ്കിലും ഡ്രഗ്സിന്റെ പൊതി കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്ന് ഈ ഇൻസ്പെക്ടർ ചോദിക്കുന്നു. എന്റെ കയ്യിലൊന്നും തന്നിട്ടില്ലായിരുന്നുവെന്ന് ശക്തി പറയുന്നുണ്ട്. എന്നാൽ അന്ന് അവൻ വീട്ടിൽ വന്ന സമയത്ത് അവന്റെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതവൻ ഇവിടെ എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് ഇവർക്ക് ആർക്കും അറിയത്തുമില്ല. അപ്പൊ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് അജ്ഞാതമായിട്ട് കത്തുകൾ അയച്ചത് ആരായിരുന്നുവെന്ന് സ്വതന്ത്രം പോലീസുകാരോട് ചോദിക്കുന്നു. പോലീസുകാർ പറയുന്നുണ്ട് തങ്ങൾ ആരും അല്ലാന്ന്. അപ്പോഴാണ് പരിമള പറയുന്നത് ആ കത്തയച്ചത് താനാണെന്ന്. തുടക്കത്തിൽ ഇവർ പരസ്പരം സംശയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ കൊലയാളി ഇവർക്കിടയിൽ തന്നെ ഉണ്ടോന്ന് കണ്ടുപിടിക്കാനായിരുന്നു പരിമള അങ്ങനെ വെറുതെ കത്തുകൾ അയച്ചത്. കാരണം പരിമള പോലീസുകാരെയൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ഓഫീസർ ആയിരുന്നു. അയാൾക്കും പോലീസിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായാലും റിട്ടേൺ എക്സാമിൽ അയാൾ എപ്പോഴും തോറ്റുകൊണ്ടിരുന്നു. പക്ഷെ അയാളുടെ ഉള്ളിൽ ആ പോലീസ് ബുദ്ധിയായിരുന്നു കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കത്തുകൾ അയക്കാൻ പ്രേരിപ്പിച്ചത്. ചിത്തരശൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഡ്രഗ്സിന്റെ പൊതി എവിടെയാണെന്ന് പോലീസുകാർ എത്ര ചോദിച്ചിട്ടും അവൻ പറഞ്ഞില്ല. അവസാനം ശക്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് അവളെ കൊണ്ട് അവർ ചോദിപ്പിക്കുന്നു. വർഗീസിനെ മുസ്തഫയൊക്കെ കൊന്നത് നീയാണെന്ന് ചോദിക്കുമ്പോൾ ചിത്തരസൻ നേരെ പോലീസുകാരെ നോക്കുകയായിരുന്നു. ഡ്രഗ്സിന്റെ പൊതി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അന്ന് ഇവളവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് അവന്റെ കയ്യിൽ ഡ്രഗ്സിന്റെ പൊതി ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയം പോലീസുകാരുടെ വണ്ടി പുറത്തു വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് അവൻ അവിടെ ഇരുന്ന ഒരു കാർട്ടൺ ബോക്സിലേക്ക് ആ ഡ്രഗ്സിന്റെ പൊതി വെച്ചു. ആകെ സങ്കടത്തോടു കൂടി ശക്തി അവിടെ നിന്ന് തിരിച്ചു പോകാൻ നേരത്ത് ചിത്തരസൻ പറയുന്നുണ്ട് ഡ്രഗ്സ് കടത്തി എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഞാൻ അവരെ ആരെയും കൊന്നിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. ശക്തി അവിടെ നിന്നും പോകാൻ നേരത്ത് ആ ഇൻസ്പെക്ടർ അവളോട് ചോദിക്കുന്നുണ്ട് നവീൻ എന്ന് പറയുന്ന ഒരു പയ്യനെ നിനക്ക് അറിയാമോ എന്ന്. അറിയാമെന്ന് അവൾ പറയുന്നു. അവളുടെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നതായിരുന്നു. അവളുടെ ഉറ്റ സുഹൃത്തുമായിരുന്നു. അനിയനെ പോലെയാണ് അവൾ കണ്ടിരുന്നത്. പക്ഷെ അവൻ മരിച്ചുപോയി. ആ നവീൻ തന്റെ മകനായിരുന്നു എന്ന് ഈ ഇൻസ്പെക്ടർ പറയുന്നു. ഡ്രഗ്സ് അടങ്ങിയ കാർട്ടൺ ബോക്സ് വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കാൻ പരിമള ആകട്ടെ സ്വതന്ത്രത്തിനോട് പറയുമ്പോൾ സ്വതന്ത്രം പറയുന്നുണ്ട് ആ ബോക്സ് ഒക്കെ അന്നേ താൻ ഇവിടുന്ന് എടുത്ത് കളഞ്ഞുവെന്ന്. പ്രശ്നങ്ങളൊന്നും ഒഴിയുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ പരിമള തന്റെ മകൾ ശക്തിയോട് പറയുന്നുണ്ട് ചിത്തരസൻ ഇപ്പോൾ നിന്നോട് പറഞ്ഞ കാര്യം സത്യമാണ്. അവരെ ഒന്നും കൊന്നത് അവനല്ല. പിന്നെ ആരാണെന്ന് അവൾ ചോദിച്ചതും ചിരിച്ചുകൊണ്ട് പരിമള താൻ കണ്ടെത്തിയ കാര്യം പറയുന്നു. ഇതിന്റെ എല്ലാം പിന്നില് ആ ഇൻസ്പെക്ടർ തന്നെയാണ്. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഡ്രഗ്സ് കടത്തുന്ന കേസിൽ ചിത്തരസനെ നേരത്തെ തന്നെ ഈ ഇൻസ്പെക്ടർ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തൽക്കാലം ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും നീ എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നും ഈ ഇൻസ്പെക്ടർ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ആ വർഗീസിനെ കൊന്നിട്ട് അവന്റെ ബിസിനസ് നീ തന്നെ നടത്തിക്കൊള്ളാൻ ഈ ഇൻസ്പെക്ടർ പറഞ്ഞു. അതിന്റെ ഒരു പങ്ക് തനിക്കും തന്നാ മതി എന്നായിരുന്നു അയാളുടെ ഡീല്. അങ്ങനെയാണ് അന്ന് രാഘവനും കാമാച്ചിയും അടിച്ചിട്ടിട്ട് പോയ വർഗീസിനെ ബാക്കിലൂടെ പോയി ചിത്തരസൻ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തത്. അതിനുശേഷം വർഗീസിന്റെ കൂട്ടാളി മുസ്തഫ തങ്ങളുടെ പിന്നാലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ ചിത്തരസനോട് പറഞ്ഞിട്ട് മുസ്തഫയും കൊല്ലുന്നു. പിന്നീട് ചിത്തരസനെ വെച്ച് തന്നെ വർഗീസിന്റെ അമ്മയും കൊന്നു. ശരിക്കും ഈ വർഗീസിനോടും അവന്റെ ആൾക്കാരോടും എല്ലാം തന്നെ ഇൻസ്പെക്ടറിന് ദേഷ്യം തോന്നാൻ മറ്റൊരു കാരണം ഉണ്ടായിരുന്നു. അയാളുടെ മകൻ നവീൻ പഠിക്കുന്ന കോളേജിൽ വർഗീസും കൂട്ടരുമാണ് ഡ്രഗ്സ് സപ്ലൈ ചെയ്തത്. കോളേജ് ബസ്സിലെല്ലാം തന്നെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് സീനിയേഴ്സ് ഇവരെ ശല്യം ചെയ്യുമായിരുന്നു. ഇൻസ്പെക്ടറോട് ഈ കാര്യം നവീൻ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പലിനോടൊന്ന് കംപ്ലൈന്റ് ചെയ്യാൻ ഇൻസ്പെക്ടർ നവീനോട് പറഞ്ഞു. നവീൻ പോയി കംപ്ലൈന്റ് കൊടുത്തെങ്കിലും സീനിയേഴ്സ് അവനെ അതിന്റെ പേരിൽ ഒരുപാട് ഉപദ്രവിച്ചു. അവനെ കൊണ്ട് നിർബന്ധപൂർവ്വം ഡ്രഗ്സ് കഴിപ്പിച്ചു. അടിച്ചടിച്ച് അവനെ കൊന്നുകളഞ്ഞു. മരണാന്തര ചടങ്ങില് അവന്റെ ക്ലാസ്സിലെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇൻസ്പെക്ടർ ശക്തിയെയും കണ്ടിട്ടുണ്ടായിരുന്നു. വരും തലമുറയുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഈ ഡ്രഗ്സ്
ഡ്രഗ്സ് ഇല്ലാതാക്കണമെന്നും ഇത് സപ്ലൈ ചെയ്യുന്നവരെ എല്ലാം തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് അധികാരം തരണമെന്നും തന്റെ സീനിയേഴ്സിനോട് ഇൻസ്പെക്ടർ പറഞ്ഞെങ്കിലും ഇൻസ്പെക്ടറിന് അതിനുള്ള അധികാരം അയാളുടെ സീനിയർ ഉദ്യോഗസ്ഥർ കൊടുത്തില്ല. അതുകൊണ്ടാണ് പോലീസുകാർ ആരും തന്നെ അറിയാതെ ഇൻസ്പെക്ടർ ചിത്തരസനെ വെച്ചിട്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ചിത്തരസൻ കൊന്നിട്ടിട്ട് പോയ വർഗീസിന്റെ കൈ വെട്ടിമാറ്റി കേസ് വഴിതിരിച്ചു വിട്ടതും ഇതേ ഇൻസ്പെക്ടർ തന്നെയാണ്. ഈ നാട്ടില് ഇനി ആരൊക്കെ ഡ്രഗ്സ് വിൽക്കാൻ ശ്രമിച്ചാലും അവരെയൊക്കെ താൻ കൊന്നുകളയും എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ആ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ കാരണം പരുമളയും കുടുംബത്തിനെയും ഉയർ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. അവർ അവിടെ നിന്നും താമസം മാറി പോവുകയാണ്. പക്ഷെ ആ SI ആകട്ടെ ഇതിനോടകം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ ആ ഇൻസ്പെക്ടർ ആണെന്ന്. ചിത്തരസനെ വെച്ച് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ചിത്തരസനെയും കൊന്നുകളയാൻ വേണ്ടിയിട്ട് അയാൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് SI തന്റെ സീനിയർ ഉദ്യോഗസ്ഥനോട് പറയുന്നത്. പരുമളയും കുടുംബവും സ്ഥലം മാറി പോകുന്നിടയ്ക്ക് ആ ഇൻസ്പെക്ടർ ശക്തിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ എവിടെ പോയാലും സേഫ് ആയിട്ടിരിക്കണമെന്നും നീ എനിക്ക് എന്റെ മകളെ പോലെയാണെന്നും. കാരണം അയാളുടെ മകനെ അവൾ സ്വന്തം അനിയനെ പോലെയാണ് കണ്ടത്. എന്നാൽ പരിമള ഫോൺ വാങ്ങിയിട്ട് അയാളോട് പറയുന്നുണ്ട്, ഞങ്ങൾ സേഫായി ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും സേഫായി ഇരിക്കണമെന്ന്. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സേഫ് ആക്കാൻ ശ്രമിക്കുക. എല്ലാ സത്യങ്ങളും എല്ലാ കാലത്തും എല്ലാവരിൽ നിന്നും മറയ്ക്കാൻ പറ്റില്ല. പരിമള അത് പറഞ്ഞതും ഇൻസ്പെക്ടറിന് മനസ്സിലായി താൻ ചെയ്ത കാര്യങ്ങളെല്ലാം പരിമളയ്ക്ക് മനസ്സിലായി എന്ന്. മൂവിക്ക് ചിലപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകാമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.